ഇന്ന് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത് കുട്ടികളിലെ തുടക്കക്കാർക്കായിട്ടുള്ള കുറേ കാർട്ടൂണുകളാണ്. നമുക്ക് ശ്രദ്ധിക്കാം. കുട്ടികൾ എല്ലാവരും പേപ്പറും കറുത്ത മഷി പേനയും, ഇതുപോലെ സ്കെച്ച് പേന ആയാലും മതി, ഇല്ലെങ്കിൽ പെൻസിലെടുക്കുക. പേപ്പറിൽ ഞാനിവിടെ 8 വൃത്തങ്ങളാണ് വരയ്ക്കുന്നത്. വൃത്തം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഓവൽ ഷേപ്പാണ്. ഇതുപോലെ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഇത് കണ്ടില്ലേ, 4 8 വൃത്തങ്ങളാണ് വരച്ചിരിക്കുന്നത്. ഇതുപോലെ വരയ്ക്കുക. ആദ്യത്തെ വൃത്തത്തിൽ ഇതുപോലെ ഒരു റൗണ്ട് വീണ്ടും വരച്ചിട്ട്, അത് കണ്ണാണ്. ഭാവങ്ങൾ വരയ്ക്കാൻ വേണ്ടി തൊട്ടപ്പുറത്ത് വേറൊരു കണ്ണും കൂടെ പിരിയം വരയ്ക്കുന്നു. മൂക്ക്, വായ, ചിരിക്കുന്ന ഒരു രൂപം തയ്യാറായി കഴിഞ്ഞു. കണ്ടില്ല, ഇതുപോലെ വരയ്ക്കണം. അടുത്ത വൃത്തത്തിൽ നമ്മൾ മറ്റൊരു ഭാവമാണ് വരയ്ക്കുന്നത്. പകുതി കണ്ണടച്ചുള്ള രൂപം. ഇനിയും പുരികം വരയ്ക്കണം, മൂക്ക് വരയ്ക്കണം. അത് വിഷമിച്ചാണ് ഇരിക്കുന്നത്. ഇങ്ങനത്തെ ഭാവഭേദം വരച്ചാൽ മതി. കണ്ണ് വരച്ചു. അടുത്തതിൽ അതിൻ്റെ കൃഷ്ണമണി താഴെയാണ് വരയ്ക്കുന്നത്. അതല്പം ചിരിക്കുന്ന ഭാവമാണ് നമ്മൾ വരയ്ക്കുന്നത്. അതെങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് അതുപോലെ വരയ്ക്കുക. പുരികം, കണ്ടില്ലേ, 3 രൂപങ്ങളും 3 വ്യത്യസ്ത ഭാവങ്ങളാണ്. ഇനി അടുത്തത് ഇത്തിരി ദേഷ്യപ്പെടുന്നുണ്ട്. പുരികം ഇങ്ങനെയാണല്ലോ വരുന്നത്. ഉണ്ടോ, ഇങ്ങനെ ഒരു രൂപം. ഇനി അടുത്തത് മൂക്ക് ഇവിടെ വരച്ചു. ശരിക്കും ചിരിക്കുന്ന ഒരു രൂപം. പല്ല്, പുരിയോടെ വരയ്ക്കുക. ഇനി അടുത്തത് ചിലർ ചിരിക്കുമ്പോൾ ഇങ്ങനെ കണ്ണടച്ച് മാതിരി ഇരിക്കും ചിരിക്കുമ്പോൾ.
ഭയങ്കര പൊട്ടിച്ചിരിയാകുമ്പം അങ്ങനെ നമ്മൾ കാണാറുണ്ടല്ലോ. അതിൻ്റെ അങ്ങനെ ഒരു ഭാവത്തിൻ്റെ ചിഹ്നം കൂടെ കൊടുക്കാം. കൂട്ടുകാർ ഇതുപോലെ വരച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരു രീതി. ഇപ്പോൾ പുരിയം ഇങ്ങനെ ആയിരിക്കും, വില്ല് പോലെ വളഞ്ഞ്. അത്രയും മതി, ഇത്രയും വളയ്ക്കാം. മൂക്ക് ഉണ്ടല്ലേ, വായൊക്കെ ദേഷ്യത്തിൻ്റെ പാരമ്യതയാണ്. പാതി അടഞ്ഞ കണ്ണാണ്. അപ്പം ഇങ്ങനെയാണ് അത് വരയ്ക്കുന്നത്. വളരെ ദുഃഖിതനാണ് ആൾ. പുരിയപ്പം ഈ രീതിയിലായിരിക്കും. ഓരോന്ന് ചിന്തിച്ചുള്ള രീതി. ഇപ്പം ഇത്ര ഇതെല്ലാം വരച്ചു കഴിഞ്ഞു. അപ്പം ആദ്യത്തെ വരയ്ക്കാനുള്ള രീതികളെല്ലാം കഴിഞ്ഞു. 2, 4, 8 എണ്ണം ഉണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓരോന്നിനും നമുക്ക് മുടി കൊടുക്കണം, ചെവി വരയ്ക്കണം. അവിടെ ചെവി ഇവിടെ അങ്ങോട്ട് വരയ്ക്കുക. അപ്പം മുടിയുടെ ഭാവം എങ്ങനെ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. അപ്പോൾ ഇതിനൊരു പ്രത്യേക ഷേപ്പ് കിട്ടും. കണ്ടില്ലേ? ഷർട്ടിൻ്റെ കാര്യങ്ങൾ ഒക്കെ നോക്കാം. ഇങ്ങനെ 2 വര കൂടി കൊടുത്താൽ ഓക്കെ ആയി. ഇയാൾക്ക് വേറൊരു രീതിയാണ്. കുറച്ച് മുടിയേ ഉള്ള ആളിന്. ഒരുപാട് മഷി തീരുകയില്ല. പുരിയം വരയ്ക്കാൻ ആദ്യം മറന്നുപോയി. അതിൽ കരയുകയാണ്. ചെവി ഇവിടെ ആയിട്ട് വരും. കഴുത്ത്, പിന്നെ ഡ്രസ്സ്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആദ്യം വരച്ച് പഠിക്കാം. ഇതും എവിടെ വേണമെങ്കിലും നമുക്ക് മുടി വരയ്ക്കാം. കൂടുതൽ വരയ്ക്കാം, അല്ലെങ്കിൽ കുറച്ച് വരയ്ക്കാം. വരയ്ക്കുക തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാവും. അല്ലേ? ചുമൽ ഉയർത്തിപ്പിടിച്ചാണ് കുട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇയാളാവുന്ന തന്നെ നമുക്ക് കൈ താടിയോട് ചേർത്താണ് പിടിച്ചിരിക്കുന്നത്. ഫുൾ കയ്യൽ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ചെവി വരച്ചു. ഇത്രയും മുടി വരച്ചു. അപ്പം നമുക്ക് ഇതെല്ലാം വ്യത്യസ്തമായിട്ട് തോന്നും. മുടിയുടെ ആ ഒരു ഭാവം, രീതികൾ ഒക്കെ കൊണ്ട് പല ആൾക്കാരാണെന്ന് നമുക്ക് തോന്നും. പിന്നെ മീശയും കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വ്യത്യസ്തത ഫീൽ ചെയ്യും. അങ്ങനെയും ചെയ്യാം. കണ്ടില്ലേ? ഓരോരോ ഭാവങ്ങൾ ഓരോരോ രൂപങ്ങളായിട്ട് വന്നിരിക്കുകയാണ്, പല ആൾക്കാരായിട്ട്. ഇതൊരു കൊച്ചുകുട്ടിയാണ്. ഒറ്റ മുടിയേ ഉള്ളൂ ആളിന്.
അതും ചിരിക്കുന്ന ഒരു രൂപമാണ്. അടുത്തത് നമുക്ക് ബാക്കി കുറച്ച് മിനുക്ക് പണിയും കൂടെ ചെയ്യുമ്പോൾ വേറൊരു വ്യത്യസ്തമായ ഒരാളായിട്ട് മാറും. നമുക്കിങ്ങനത്തെ മുടി മതി. കണ്ടില്ലേ, നല്ല രസമുള്ള മുടിയാണിത്. മുടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം, പലതരത്തിൽ വരയ്ക്കാം. മീശ വരയ്ക്കാം, താടി താഴോട്ട് വരയ്ക്കാം. ഇനി ഇയാൾക്കാണ് ദേഷ്യപ്പെടുന്ന ആളിന് നമുക്ക് നല്ലൊരു ഹെയർ സ്റ്റൈല് കുറച്ച് മതി, ഇത്രയും മതി. ഉണ്ടല്ലോ, അത്രയൊക്കെ മതി. ഇനി ഇയാൾക്കൂടെ ഹെയർ സ്റ്റൈല് ഓരോരോ മുടികളാണ് പലയിടത്തായിട്ട്, സൂര്യരശ്മി പോലെ. അപ്പോൾ നമ്മളിതെല്ലാം ആദ്യത്തെ മിനുക്ക് പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇയാൾക്ക് ഒത്തിരി മീശ വരച്ചു കൊടുക്കാം. ഇങ്ങനത്തെ മീശ മതി ഇയാൾക്ക്. അത് എല്ലാവർക്കും ഒന്നും മീശ വേണ്ട. ഇത് കൊച്ചുകുട്ടിയാണ്, ഇത് കുറേ കൂടെ വലിയ ആളാണ്, ഇതും കൊച്ചുകുട്ടിയാണ്. കണ്ടില്ലേ, 8 പേരെയും നമ്മൾ 8 വ്യത്യസ്ത രൂപങ്ങളിൽ 8 വ്യത്യസ്ത കഥാപാത്രങ്ങളാക്കി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ വരച്ച് കാണും എന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലേ, കുട്ടികൾക്ക് ഇത്രയും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനിയും ആണ് രസകരമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ളത്. കാർട്ടൂൺ കഥാപാത്രങ്ങൾ ഓടുന്നത്, ചാടുന്നത്, തുള്ളുന്നത്, ശകാരിക്കുന്നത്, പൊട്ടിച്ചിരിക്കുന്നത്, ഇതെല്ലാം തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ ഉണ്ടായിരിക്കും. അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കരുത്, 2nd എപ്പിസോഡ്.